ഗേൾസ്, കുറേ ദിവസങ്ങളായി എന്റെ ഇൻബോക്സിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ് പ്രഡിക്ഷൻ വീഡിയോ എവിടെ, പ്രഡിക്ഷൻ വീഡിയോ ചെയ്യോ, എന്നാ ഇനി പ്രഡിക്ഷൻ വീഡിയോ വരിക, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. സോ ആ ഒരു പ്രഡിക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോയിലടാ നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ പോകുന്ന ഒരു 80% ക്വസ്റ്റ്യൻസ് മിസ് അങ്ങ് പ്രഡിക്റ്റ് ചെയ്യാൻ പോവാണ്. എടാ, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും A ഗ്രേഡ് ഷുവർ ആണ് കേട്ടോ. സോ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ, നമ്മുടെ ഫ്രണ്ട്സിനും പഠിക്കണ്ടേ? അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എത്ര ആക്ടിവിറ്റീസ് ആണടാ ഉള്ളത്? 8 ആക്ടിവിറ്റീസ് ആണ് അല്ലേ നമുക്ക് എക്സാമിന് ഉണ്ടാവുക. ആ 8 ആക്ടിവിറ്റീസിൽ എത്ര എണ്ണം ചെയ്യണം? 6 പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ നിങ്ങൾക്കുള്ള ഒക്കെ ഒരു ചിന്തയാണ്, ഇത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസ് മാത്രമല്ലേ മിസ്സേ വരുള്ളൂ, അല്ലാതെ ഒന്നും വരൂലല്ലോ എന്ന്. അത് അങ്ങ് മാറ്റിയേക്ക് കേട്ടോ. ഇതുവരെ നടന്ന എക്സാമിലൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് പോർഷനിലുള്ളതും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്, നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് മുന്നേ ഉള്ളതും നിങ്ങൾക്ക് നല്ലോണം ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. സോ നമ്മളുടെ A ഗ്രേഡ് ഉറപ്പാക്കാൻ പോവാണ്. കുറഞ്ഞ ക്വസ്റ്റ്യൻസ് കൊണ്ട് A ഗ്രേഡ് ഉറപ്പാക്കാൻ പോവാണ്. സോ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമല്ല കേട്ടോ പറയുന്നത്, ക്വസ്റ്റ്യൻസിന്റെ കൂടെ ജസ്റ്റ് അതെങ്ങനെയാ ചെയ്യാന്നുള്ളതും മിസ് പറഞ്ഞുതരും. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ലൈവിലായിരിക്കും പറയാം. അപ്പൊ ഇന്ന് 6:30 എല്ലാവരും ലൈവിലേക്ക് എത്താം കേട്ടോ. നമ്മൾ ജസ്റ്റ് എന്താണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരാന്നുള്ളതും അതെങ്ങനെയാ ചെയ്യാന്നുള്ളതും മിസ് ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം. വെറുതെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ, എങ്ങനെയാ ചെയ്യാൻ നിങ്ങൾക്ക് അറിയണ്ടേ? അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ട് എന്താ കാര്യം? ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റ പിക്ചേഴ്സ് വിവര ചിത്രങ്ങളിൽ നിന്ന് എന്തായാലും ഒരു ആക്ടിവിറ്റി ഷുവർ ആണ്. ഇത് ഇങ്ങനെയായിരിക്കും വരാം. നമുക്ക് എന്ത് തരും? കുറേ പെർസെൻറ്റേജ് തരും. അത് വെച്ചിട്ട് ഒരു പൈ ചാർട്ട്, വൃത്തചിത്രം വരയ്ക്കാൻ പറയും. ഇവിടെ നോക്ക്, ഇത് ചിൽഡ്രൻ പ്രിപ്പയർഡ് നാച്ചുറൽ ഡ്രിങ്ക്സ് ആസ് എ പാർട്ട് ഓഫ് ഹാപ്പി ഡ്രിങ്ക് പ്രോഗ്രാം. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു പ്രിപ്പയർഡ് ഈച്ച് ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സ് ഈസ് ഗിവൺ ബിലോ. അതായത് ലെമൺ എന്താണ്, 50% ഓഫ് ചിൽഡ്രൻ ആണ് എന്ത് ചെയ്തത്? ലെമൺ മേക്ക് ചെയ്തത്. ദെൻ ഹണി 20% ആണ്, ടെൻഡർ കോക്കനട്ട് 5% ആണ്, ക്യാരറ്റ് 25% ആണ്. ഹാപ്പി ഡ്രിങ്ക്സ് പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ പ്രകൃതി ദത്ത പാനീയങ്ങൾ തയ്യാറാക്കി. ഓരോ ഇനത്തിലുമുള്ള പാനീയങ്ങൾ തയ്യാറാക്കിയ കുട്ടികളുടെ എണ്ണം ശതമാനമായി കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇത് ശതമാനത്തിലാണ് കൊടുത്തത്. ഇതെന്താണ്? ഡ്രിങ്ക്സ് തന്നിട്ടുണ്ട്. നമ്മളോട് ആദ്യം ചോദിച്ചത് വാട്ട് പാർട്ട് ഓഫ് ടോട്ടൽ ചിൽഡ്രൻ പ്രിപ്പയർഡ് ക്യാരറ്റ് ഡ്രിങ്ക്. ക്യാരറ്റ് പാനീയം തയ്യാറാക്കിയ കുട്ടികൾ ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് എന്നാ ചോദിച്ചത്. എത്ര ഭാഗം? ആകെയുള്ളതിന്റെ എത്ര ഭാഗം? അപ്പൊ നിങ്ങൾ ഈ ഭാഗമാണ് ഇതിൽ നിങ്ങൾക്ക് പൈ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞാലടാ ഭാഗമാണ് നിങ്ങൾ കണ്ടത്. അതായത് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? പെർസെൻറ്റേജ് എല്ലാവരും കൂടി കൂട്ടിയാൽ 100 കിട്ടുള്ളൂ അല്ലേ. ഇനിയിപ്പോൾ വേറെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടി നോക്ക്. 50, 20, 70, 70, 5, 75, 75, 25 എത്രയാടാ? 100 ആണ് അല്ലേ. 100 ആണ് എന്ത് നമ്മളുടെ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് വാട്ട് പാർട്ട് ഓഫ് ടോട്ടൽ ചിൽഡ്രൻ പ്രിപ്പയർഡ് ക്യാരറ്റ് ഡ്രിങ്ക്, അതായത് ക്യാരറ്റ് ഡ്രിങ്ക് ടോട്ടലിന്റെ എത്ര പാർട്ടാണ് മേക്ക് ചെയ്തതെന്ന്. അപ്പൊ 100 കുട്ടികളിൽ 25% അല്ലേ, ആകെ 100 ആണ്. 100ൽ 25 ആണ് എന്ത് നമ്മളുടെ ക്യാരറ്റ് ഡ്രിങ്ക് മേക്ക് ചെയ്ത കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. 100ൽ 25. ഇനി അടുത്ത എന്താ ചോദിച്ചത്? ഇത് ഉപയോഗിച്ച് പൈ ഡയഗ്രാം അല്ലെങ്കിൽ എന്താണ് വൃത്തചിത്രം വരയ്ക്കാനാ പറഞ്ഞത്. വൃത്തചിത്രം വരയ്ക്കണമെങ്കിൽ ഇതുപോലെ എല്ലാത്തിന്റെയും ഭാഗങ്ങൾ എഴുതണം. എങ്ങനെയാ എഴുതാ? ഇതെന്താണ്? 100ൽ 50 ആണ്. സിമ്പിൾ കാര്യമാണ്. ഈ ഭാഗം എഴുതാൻ, പാർട്ട് എഴുതാൻ ഒരു പണിയുമില്ല. ഇവന്മാരെല്ലാരെയും കൂടെ കൂട്ടുക. 100 ആണ് കിട്ടുന്നെങ്കിൽ ഇത് 100ൽ 50 ആണ്, ഇത് 100ൽ 20 ആണ്, ഇത് 100ൽ 5 ആണ്, ഇതിൽ 100ൽ 25 ആണ്. യെസ്. അപ്പൊ ഇതെന്താണ്? 100ൽ 20 ആണ്. ഇതെന്താണ്? 100ൽ 5 ആണ്. ഭാഗങ്ങൾ എഴുതി അല്ലേ. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഭാഗം എത്ര ആംഗിൾ ആണ്. പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വൃത്തമാണ്, സർക്കിൾ ആണ് പൈ ചാർട്ട്. സർക്കിൾ ആണ് എന്ത് നമ്മുടെ പൈ ചാർട്ട് എന്ന് പറയുന്നത്. ഈ സർക്കിളിനെ നമ്മൾ എന്താടാ ചെയ്യുക? ഈ സർക്കിളിനെ കുറേ ഭാഗങ്ങളാക്കും. എന്താ ചെയ്യുക? കുറേ ഭാഗങ്ങളാക്കുകയാണ് ചെയ്യുക. കുറേ ഭാഗങ്ങളാക്കും. ഈ ഭാഗങ്ങളാക്കാൻ എന്തറിയണം? നമുക്ക് ഇതിന്റെ ആംഗിൾസ് അറിയണം. ആംഗിൾ എങ്ങനെയാ കാണാൻ അറിയോ? ഈ ഒരു കുറേ പാർട്ടുകൾ, ഭാഗങ്ങൾ കണ്ടുവച്ചിട്ടില്ലേ, അതുകൊണ്ട് 360 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റു 360 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആംഗിൾ കിട്ടും. നോക്കൂ, ആദ്യത്തെ മിസ് ചെയ്തുതരാം. യെസ്, 0 കട്ട് 0 കട്ട്, ഈ 0 കട്ട് ഈ 0 കട്ട്. 36 × 5, 5 6 30 ആണ്. 0 3 ശിഷ്ടം 3 5 15 ആണ്. 18 180 ആയിരിക്കും ഒന്നാമത്തേന് ആൻസർ. അതുപോലെ ബാക്കിയുള്ള ആംഗിൾ ഒക്കെ കാണാം. എന്നാൽ നമ്മൾ എങ്ങനെയാ പൈ ചാർട്ട് വരയ്ക്കാന്ന് വെച്ചാൽ എന്താ നോക്ക്, നമ്മൾ ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം.
ഓക്കെ. എന്നിട്ട് ഇതിൽ നിന്ന് വെറുതെ ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കുക. ഓക്കെ. ഇനി ഇവിടുന്ന് എത്ര വേണം? ഇവിടുന്ന് ഇങ്ങോട്ട് 180 ഡിഗ്രി അടയാളപ്പെടുത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ സ്വന്തം പൊട്രാക്ടർ വെച്ചിട്ട് ഇതിൽ കറക്റ്റ് 180 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു ലൈനാണ് അല്ലേ വരിക. 180 ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യുക. ഇതായിരിക്കും 180 ഡിഗ്രി. ഇതാണ് ആര്? നമ്മളുടെ ലെമൺ കുടിക്കുന്ന ആൾക്കാർ. ഓക്കെ. ലെമൺ കുടിക്കുന്ന ആൾക്കാർ ഇതാണ്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? ബാക്കിയുള്ളവന്മാരൊക്കെ ആംഗിൾ കാണാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരച്ചു കൊടുക്കും. ഓക്കെ. ഇത്രേ ഉള്ളു പരിപാടി. ഇതാണ് ആര്? നമ്മളുടെ പൈ ചാർട്ട്. ഒരു ആക്ടിവിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇത് തന്നെയാണ് എന്തായാലും ഷുവർ ഷോട്ടാണ്. ഒന്ന് പൈ ചാർട്ട് ആയിരിക്കും നിങ്ങൾക്ക് വരയ്ക്കാൻ വരുന്നത്. ഓക്കെ. യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. സം 2 meter long rods are cut into 5 pieces of equal length. What is the length of each piece? What is the total length of 4 pieces? 2 മീറ്റർ നീളമുള്ള കുറെ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള 5 ഭാഗങ്ങളായി മുറിച്ചു. ഓരോ കഷ്ണത്തിന്റെയും നീളം എത്ര മീറ്റർ ആണ്? ആ 4 കഷ്ണങ്ങളുടെ ആകെ നീളം എത്ര മീറ്റർ ആണ്? സോ നിങ്ങൾക്ക് ഇത് ഫ്രാക്ഷൻ ആണ് അല്ലേ വരുന്നത്. ഫ്രാക്ഷനിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഇതാണ് മക്കളെ. നിങ്ങളോട് എന്തോ ഒരു കയറോ കമ്പിയോ എന്തെങ്കിലും ഒന്ന് പറയും. അതെന്ത് ചെയ്യും? എത്രയോ ഒരു പീസാക്കും. ആ പീസിന്റെ നീളം എത്രാന്ന് ചോദിക്കും. അതായിരിക്കും നിങ്ങളോട് പറയുന്നത്. ഓക്കെ. അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ബോട്ടിൽ നിറച്ചും വെള്ളം ഉണ്ടാവും. ആ ബോട്ടിലിനെ നമുക്ക് ചെറിയ 5 കുപ്പികളിലാക്കി എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഒരു കുപ്പിയിൽ എത്ര വെള്ളം ഉണ്ടാവും ചോദിക്കും. അപ്പൊ അതും നോക്കി പഠിച്ചു വെച്ചോ കേട്ടോ. ഇതെങ്ങനെയാ ചെയ്യാ? സിമ്പിൾ കാര്യമാണ്. നമ്മളോട് പറഞ്ഞത് 2 മീറ്റർ ആണ്. നമ്മളുടെ ആ റോഡിന്റെ നീളം എത്രയാണ്? 2 മീറ്റർ ആണ്. അതിന് എത്ര പീസാക്കുന്നത്? 5 പീസാക്കുന്നുണ്ട്. അപ്പൊ ഒന്നിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ നോക്ക്. 2 മീറ്ററിനെ 5 പീസസ് ആക്കുന്നുണ്ടെങ്കിൽ 1 2 3 4 5 പീസസ് ആക്കുന്നുണ്ടെങ്കിൽ ഒന്നിന്റെ ലെങ്ത് എത്ര അറിയോ? 2. 2ന് എത്ര പീസ് ആക്കുന്നത്? 5 പീസസ്. 2/5 ആയിരിക്കും ഒന്നിന്റെ നീളം. 2 മീറ്റർ ലോങ് റോഡിനെ 5 പീസാണ് ആക്കുന്നതെങ്കിൽ ഒന്നിന്റെ നീളം എത്രയാണ്? 2/5. ഇനി 10 പീസാണ് ആക്കുന്നതെങ്കിലോ 2/10. 7 പീസാണ് ആക്കുന്നതെങ്കിലോ 2/7. സിമ്പിൾ കാര്യല്ലേ? സോ ഒന്നാമത്തെ ആൻസർ എത്രയായിരിക്കും? 2/5 ആണ്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസ്? ഒരു പീസ് 2/5 ആണെങ്കിൽ 4 പീസിന്റെ നീളം എത്രയായിരിക്കും? 2/5 പ്ലസ് 2/5 പ്ലസ് 2/5 പ്ലസ് 2/5 അല്ലേ? അതായത് 4 ഗുണിക്കണം 2/5. ഓക്കെ. അതായത് ഫ്രാക്ഷൻസിനെ ഗുണിക്കുകയാണ് ചെയ്തത്. ഫ്രാക്ഷൻസിനെ ഗുണിക്കാൻ പഠിച്ചു വെച്ചോ. എന്തായാലും ഉറപ്പായും ചോദിച്ചിരിക്കും. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? നമ്മൾ പഠിക്കും. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The area of a rectangle is 1/2 square meter and the length of one side is 3/4 meter. What is the length of the other side? ഒരു ചതുരത്തിന്റെ പരപ്പളം എത്രയാണെന്നാ പറഞ്ഞത്? 1/2 ചതുരശ്ര മീറ്റർ ആണ്. ഒരു വശത്തിന്റെ നീളം എത്രയാണ്? 3/4 മീറ്റർ ആണ്. മറ്റേ വശത്തിന്റെ നീളം എത്രയാന്നാ ചോദിച്ചത്. എങ്ങനെയാടാ കാണാ? നമുക്കറിയാം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ. ഏരിയ ഇവർ തന്നിട്ടുണ്ട് 1/2 തന്നിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടുണ്ട് 3/4 ആണ് തന്നിട്ടുണ്ട്. പക്ഷെ ബ്രെഡ്ത്ത് എത്രന്നറിയില്ല. ഈ ബ്രെഡ്ത്ത് ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ബ്രെഡ്ത്ത് ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ബ്രെഡ്ത്ത് കാണാൻ എന്താ ചെയ്യേണ്ട അറിയോ? ഈ 3/4 അങ്ങോട്ട് കൊണ്ടുപോകണം. എങ്ങനെയാ വരിക അറിയോ? 3/4 വെറുതെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല. ഇത് ഗുണിക്കണം 3/4. അങ്ങോട്ടെത്തുമ്പോൾ എന്താവും? ഹരിക്കണം 3/4 ആണ്. ഈക്വൽ ടു ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് രണ്ടാമത്തെ വശത്തിന്റെ നീളം കാണുക എങ്ങനെയാണ്? ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 1/2 ഹരിക്കണം 3/4 ആയിരിക്കും. ഓക്കെ. എങ്ങനെയാടാ ഹരിക്കുക? നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ എങ്ങനെയാ ഹരിക്കല്? രണ്ടാമത്തെ നമ്പറിനെ തിരിച്ചിട്ടിട്ട് റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കൂ അല്ലെ. യെസ്. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവിൽ പഠിക്കും. ലൈവിൽ ആരും മറക്കാതെ വരണം കേട്ടോ. എന്തായാലും എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരണം. അതുപോലെ ഇതിന്റെ ഒക്കെ നോട്ട്സ് മക്കൾക്ക് വേണ്ടേ? നിങ്ങൾക്ക് വെറുതെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് ഒരുപാട് പണിയുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ വേണം അല്ലെ. അങ്ങനെയെങ്കിൽ ഇപ്പൊ തന്നെ മക്കൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എവിടെ ഉണ്ടെന്ന് അറിയോ? നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിലുണ്ടാവും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 30 centimeter and side length in the ratio 1:2. With the same perimeter, draw another rectangle with sides the ratio 2:3. 30 സെന്റിമീറ്റർ ചുറ്റളവും വശങ്ങളുടെ നീളം 1:2 എന്ന അംശബന്ധത്തിലുമായ ഒരു ചതുരം വരയ്ക്കാൻ അംശബന്ധം റേഷ്യോ എന്നാ ചോദിച്ചത്. ഓക്കെ. ക്വസ്റ്റ്യൻ മിസ് ചെയ്തുതരാം. അതായത് എന്താണ്? റെക്ടാംഗിൾ വരയ്ക്കാനാ പറഞ്ഞത്. പെരിമീറ്റർ 30 ആണ്. എത്രയാന്നാ പറഞ്ഞത്? പെരിമീറ്റർ 30 ആണ് അല്ലെ. പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചുറ്റളവ് എന്താണ്?
30 പറയുന്നത്. ഓക്കെ, 30 പറയുന്നത്. പെരിമീറ്റർ എങ്ങനെയാണ് റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണാ? നമുക്കറിയാം അല്ലെ, 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് എന്ത് പെരിമീറ്റർ. അത് എത്രയാന്നാ പറഞ്ഞത്? 30 എന്നാ പറഞ്ഞത്. ഓക്കെ, ഇനി 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 30. അങ്ങനെയെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 30/2 ആയിരിക്കും അല്ലെ, 15 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്നാണ് അല്ലേ അറിയേണ്ടത്. അതറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ഈ 1:2 എന്ന് പറയുന്ന റേഷ്യോ തന്നിട്ടുള്ളത്. ഇവിടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം ലെങ്ത് 1 ബ്രെഡ്ത്ത് 2 ആണ് എന്നല്ല കേട്ടോ. എന്താണെന്നറിയോ? ലെങ്ത് എത്രയാണെന്നറിയോ? ലെങ്ത് 1x ആണ് എന്നാ പറയുന്നത്, അതായത് x ആണ്. ബ്രെഡ്ത്ത് 2x ആണ് എന്നാ പറയുന്നത്. ഓക്കെ, ലെങ്ത് ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ മക്കളെ? നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ലെങ്ത് 1 ആണ് ബ്രെഡ്ത്ത് 2 ആണ് അങ്ങനെ പറഞ്ഞാൽ അടി കിട്ടും. എങ്ങനെയാ ഉണ്ടാവുക? ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 × x ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2x ആണ്. എന്നിട്ട് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്താൽ എക്സ് എത്രയാന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടു അല്ലേ. അപ്പൊ എക്സ് എത്രയാന്ന് ഫൈൻഡ് ചെയ്യണം. എക്സ് എത്രയാന്ന് ഫൈൻഡ് ചെയ്യാൻ എന്താ മാർഗം? എന്തോ ഒരു ക്ലൂ ഉണ്ടാവും. അതായത് ഇവിടെ നോക്ക്, ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ കൂട്ടിയാൽ 15 കിട്ടും. നമുക്കറിയാം ലെങ്ത്ത് x ആണ്, ബ്രെഡ്ത്ത് 2x ആണ് അല്ലേ. അപ്പോൾ ലെങ്ത്ത് എക്സും ബ്രെഡ്ത്ത് ആയിട്ടുള്ള 2x കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും എന്നാ പറഞ്ഞത്? 15 കിട്ടും. എക്സും 2x എത്രയാടാ? എക്സ് ചക്കാന്ന് വിചാരിച്ചു നോക്ക്. ചക്കയും 2 ചക്കയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? 3 ചക്കാണ് അല്ലേ. അതായത് 3x എന്തായിരിക്കും? 15 ആയിരിക്കും. അതായത് എക്സ് എത്രയാടാ വരിക? 15/3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ് എക്സ്. സിമ്പിൾ കാര്യം, നമുക്ക് കിട്ടിയ എന്താണ്? എക്സ് 5 ആണ്. അങ്ങനെയെങ്കിൽ ലെങ്ത് എത്രയാടാ വരിക? ലെങ്ത് എക്സ് ആണ്, അതായത് 5 ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? 2x ആണ്, അതായത് 2 × 5 10 ആണ്. സിമ്പിൾ, 5ഉം 10ഉം ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയും തന്നിട്ടുണ്ട് എന്ത്? നമ്മളുടെ പരപ്പളവ് തുല്യമാണ്, അതായത് പെരിമീറ്റർ ചുറ്റളവ്, പരപ്പളവല്ല അല്ലെ, ചുറ്റളവ് ഇതിന് ഈക്വൽ ആണ്, അതായത് 30 തന്നെയാണ് ചുറ്റളവ്. പക്ഷെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്താണ്? 2:3 ആണ്. അംശബന്ധം മാത്രമേ മാറിയിട്ടുള്ളൂ, സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കിക്കോ കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പാണടാ റേഷ്യോസ് എന്ന് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഒന്ന് പഠിച്ചു വെച്ചോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെയെങ്കിൽ ദാ നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഡെസിമൽ എന്നാണ് അല്ലേ വന്നിട്ടുള്ളത്. ഡെസിമൽ ഇവിടെ പറഞ്ഞ 15 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3375 ആണെങ്കിൽ താഴെയുള്ള കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞത്. ഓക്കെ, അതായത് 15 ക്യൂബ് എന്താണ്? 3375 ആണെങ്കിൽ താഴെയുള്ളത് കാണാൻ. ഇവിടെ നോക്ക്, 15 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3375 ആണ് അല്ലെ. 1.5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താടാ? 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 1.5 ആണ്. ഓക്കെ, ഈ നമ്പറൊക്കെ സെയിം തന്നെയാണ്. ഇവിടെയുള്ള നമ്പറും സെയിം തന്നെയാണ്. പക്ഷെ എന്താണ്? അവിടെ ഒരു പോയിന്റ് വന്നിട്ടേ ഉള്ളൂ അല്ലേ. അപ്പൊ ഉത്തരം ഇത് തന്നെയാണ് കിട്ടുക. പക്ഷെ എന്താണ്? പോയിന്റ് എവിടെ ഇടേണ്ടതെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അല്ലേ. പോയിന്റ് എങ്ങനെയാ ഇടണ്ടേ നോക്കേണ്ട എങ്ങനെയാണെന്നറിയോ? ഇവിടെ പോയിന്റിന് ശേഷം ഈ നമ്പറിൽ ഒരു നമ്പർ ഉണ്ട് അല്ലേ. ഈ പോയിന്റിന് ശേഷം ഒരു നമ്പർ ഉണ്ട്, ഇവിടെയും പോയിന്റിന് ശേഷം ഒരു നമ്പർ ഉണ്ട്, ഇവിടെയും പോയിന്റിന് ശേഷം ഒരു നമ്പർ ഉണ്ട്. ആകെ പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ടടാ? 3 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ആകെ ഇവിടെ 1 2 3, ആകെ 3 നമ്പേഴ്സ് ഉണ്ട് പോയിന്റിന് ശേഷം. അപ്പൊ എങ്ങനെയാ അറിയോ നമ്മളുടെ ആൻസർ വരിക? ഈ 3375 തന്നെയായിരിക്കും ആൻസർ. പക്ഷെ പോയിന്റ് എവിടെ ഇടേണ്ട അറിയോ? ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട് പോയിന്റിന് ശേഷം. അപ്പൊ നമ്മൾ 3 നമ്പർ മാറ്റിയിട്ട് ഇതാ ഇവിടെ അങ്ങോട്ട് പോയിന്റ് ഇടുക, അതായത് 3.375 ആയിരിക്കും എന്താ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 0.015 ക്യൂബ് ആണ്. ഇവിടെ എന്താണ്? 15 തന്നെയാണ് അല്ലെ, നമ്പർ സെയിം തന്നെയാണ്, ആ പോയിന്റ് കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിൾ കാര്യം, നമ്മൾ നോക്കുക 0.015 ഇൻറ്റു 0.015 ഇൻറ്റു 0.015 ഈ പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കുക. ഉത്തരത്തിലും എന്ത് ചെയ്യുക? ഈ സെയിം ഉത്തരം എഴുതുക, എന്നിട്ട് അത്രയും നമ്പേഴ്സ് മാറ്റിയിട്ട് പോയിന്റ് ഇടുക. ഇനിയിപ്പോൾ അത്രയും നമ്പർ ഇല്ലെങ്കിൽ അതിന് പകരം 0 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ചെയ്ത് നോക്കണേ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെസിമൽസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് പറയും? ലൈവിൽ പറയും. മറക്കണ്ടേ ലൈവിലേക്ക് ഓടിപ്പോന്നു. നമുക്ക് A ഗ്രേഡ് പോരല്ലോ, നമുക്ക് എന്ത് കിട്ടണം? ഫുൾ മാർക്ക് തന്നെ കിട്ടണം അല്ലെ. അപ്പൊ ഓടി അങ്ങ് പോന്നോ. യെസ്, അങ്ങനെയെങ്കിൽ താ നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ.
നമ്മളുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നാണ് അല്ലെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCന്റെ ഏരിയ എങ്ങനെയാണ്? ഏരിയ എങ്ങനെയാ? ഏത് ട്രയാങ്കിളിന്റെ ഏരിയ കാണുക എങ്ങനെയാടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഫ് BH ആണ് അല്ലെ. ഹാഫ് BH. B എന്ന് പറഞ്ഞാൽ ആരാ? B എന്ന് പറഞ്ഞാൽ ഇവനാണ്. B 12 അല്ലെ. B എന്ന് പറഞ്ഞാൽ ഇവനാണ്. ഹൈറ്റ് ഇവനാണ് 5. അതായത് എന്താ വരിക? ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 5 ആണ്. 6 ഇൻറ്റു 5 ആണ് 30 ആയിരിക്കും അല്ലെ. 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്താ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഒരു പണിയുമില്ല. ഇനി അടുത്ത ചോദിക്കുകയാണ്. യെസ്, ഡി ആണ് അല്ലെ ആൻസർ. യെസ്, ദ റൈറ്റ് ട്രയാങ്കിൾ ഹാസ് ദ സെയിം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABC. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് നമ്മളെടുത്തിട്ടോ. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഒരു മട്ടത്രികോണം ഉണ്ട് നമ്മളേല്. ആ മട്ടത്രികോണത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഏരിയ തന്നെയാണ്. അതായത് 30 തന്നെയാണ് ഇതിന്റെ ഏരിയ എന്ന് നമ്മളോട് പറയാം. ഇഫ് ദ വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ് 12 ആണെങ്കിൽ, ഇതിന്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് 12 ആണെങ്കിൽ അതർ സൈഡ് ഈ സൈഡ് എത്രയാണ്? ലംബവശങ്ങളിൽ ഒന്ന് 12 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത വശം എത്രയാന്നാ ചോദിച്ചത്. നമുക്കറിയുന്ന ഒരു കാര്യം എന്താണ്? നമുക്കറിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH തന്നെയാണ് അല്ലെ. ഇതിൽ B ആരാ? ഇവനാണ് B, ഇവനാണ് H അല്ലെ. ഇവനാണ് H. ഏരിയ നമുക്ക് അറിയാം. എത്രയാണെന്നറിയാം? ഏരിയ നമുക്കറിയാം 30 ആണെന്ന് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? ബേസ് എത്രയാ നമുക്ക് അറിയൂല അല്ലെ. അതാണ് നമ്മൾ കണ്ടത്. ഹൈറ്റ് എത്രയാ? ഹൈറ്റ് 12 ആണ്. ഇനി 12/2 6 B ആണ് എന്ത്? 30 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ബേസ് എത്രയായിരിക്കും? 30/6. എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോ. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ? അതായത് ഇവിടെ എന്താണ്? ഈ സൈഡും തന്നിട്ടുണ്ട്, ഈ സൈഡും തന്നിട്ടുണ്ട് അല്ലെ. ഇതാ നോക്ക്, നമുക്കറിയാം ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ എന്തൊക്കെ നമുക്കറിയാം. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എത്രയാണ്? 12 ആണ് തന്നിട്ടുണ്ട്. ഈ സൈഡ് എന്താണ്? യെസ്, എവിടെ പോയി സൈഡ്? യെസ്, ഈ സൈഡ് എന്താണ്? 30/6 5 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ ഈ സൈഡ് എത്രയാണ്? ഏരിയ ഓഫ് ട്രയാങ്കിളിന് ഇതേ ചോദിക്കുള്ളൂ കേട്ടോ. എന്തൊക്കെ ചോദിക്കും? നമ്മളോട് ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ എന്തായാലും ചോദിക്കും. അതിന്റെ കൂടെ തന്നെ റൈറ്റ് ട്രയാങ്കിളിന്റെ എന്താണ്? റൈറ്റ് ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് തന്നിട്ട് മൂന്നാമത്തെ സൈഡ് നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കും. ഇതാ നോക്ക്, ഇവിടെ എന്താണ്? 12ഉം 5ഉം ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ് കാണുക എങ്ങനെയാളാ? നമുക്കറിയാം പൈതഗോറസ് തിയറം. എന്തായിരുന്നു പൈതഗോറസ് തിയറം? നമ്മൾ പറയുന്ന ഈ വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് ചെറിയ 2 സൈഡ്സിന്റെ സ്ക്വയർ 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആണ്. അതായത് റൂട്ട് ഓഫ് 144 പ്ലസ് 25 ആണ്. അതായത് 169 ആയിരിക്കും. 169 എന്തിന്റെ സ്ക്വയർ ആടാ? ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടുവെച്ചോ. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ ദാ നോക്ക്, നമ്മളുടെ ഡ്രോ ദിസ് റൈറ്റ് ട്രയാങ്കിൾ, ഈ ഒരു മട്ടത്രികോണം വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിക്കും എന്തിൽ നിന്ന ക്വസ്റ്റ്യൻ ആണെന്നറിയോ? നമ്മുടെ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ത്രികോണങ്ങൾ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് അതിന് മാത്രമായിട്ട് ഒരു ആക്ടിവിറ്റി തരൂല. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കൂടെ ആ ഒരു ക്വസ്റ്റ്യനും കൂടെ തരും. ഡ്രോ ദിസ് ട്രയാങ്കിൾ. എന്തോ പണിയുണ്ടോ? ഒരു പണിയില്ല. ബിക്കോസ് എന്താണ്, നമുക്ക് ഈ സൈഡും നമുക്കറിയാം, ഈ സൈഡും അറിയാം, മൂന്നാമത്തെ സൈഡ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുകയും ചെയ്യും. 3 സൈഡ്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്തോ പാടുണ്ടോടാ? എന്തെങ്കിലും പണിയുണ്ടോ? ഇത് വരയ്ക്കാൻ ഒരു പണിയില്ല അല്ലെ. ത്രികോണം വരയ്ക്കാൻ ഒരു പണിയില്ല. ആദ്യത്തെ ഒരു സൈഡ് വരയ്ക്കും, രണ്ടാമത്തെ സൈഡിന്റെ നീളം നമ്മളുടെ കോമ്പസിൽ എടുക്കും, അത് ഇവിടെ വരയ്ക്കുന്നു. അടുത്ത സൈഡിന്റെ നീളം കോമ്പസിൽ എടുക്കും, ഇവിടെ വരയ്ക്കുന്നു. ഇത് രണ്ടും കൂട്ടിമുട്ടുന്നിടത്ത് അങ്ങനെ അങ്ങോട്ട് വരച്ചാൽ നമ്മുടെ ത്രികോണം റെഡിയാണ്. സിമ്പിൾ കാര്യല്ലേ? ഇത്രയേ ഉള്ളൂ ചെയ്യാന്. സിമ്പിൾ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇതുപോലൊരു ക്വസ്റ്റ്യൻ എന്താടാ? ഷുവർ ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്ത് പറയും? ഒരു മട്ടത്രികോണത്തിന്റെ 2 സൈഡ്സ് തന്നിരിക്കും. മൂന്നാമത്തെ ഈ വലിയ സൈഡിൽ എന്ത് ചെയ്യും? ഇവരൊരു ട്രയാങ്കിൾ അല്ല അല്ലെ, ഒരു സ്ക്വയർ അങ്ങോട്ട് വരയ്ക്കും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഈ സ്ക്വയറിന്റെ ഏരിയ എന്താന്ന്. നമ്മൾ എങ്ങനെയാ കാണുക? വലിയ എന്തോ സംഭവം എല്ലാവരെയും വിചാരം. ഈ ഒരു മട്ടത്രികോണം ഏതാവട്ടെ, ഈ സെയിം നമ്പർ ഉള്ളതാവട്ടെ, സെയിം നമ്പർ ഇല്ലാത്തതാവട്ടെ, ഏതുമാവട്ടെ, നമ്മളുടെ മട്ടത്രികോണത്തിന്റെ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസിൽ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ ആ സ്ക്വയറിന്റെ ഏരിയ എന്താണെന്നറിയോ? ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. 15ന്റെ സ്ക്വയർ പ്ലസ് 15ന്റെ സ്ക്വയർ. ഈ സൈഡും 15 ആണ്, ഈ സൈഡും 15 ആണ്. അപ്പൊ 15 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ 225 പ്ലസ് 225 എത്രയാ വരിക?
550 ആയിരിക്കും ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ നോട്ട് ചെയ്ത് വെച്ചോടാ, നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഒരു മട്ടത്രികോണം തരും, മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസിൽ ഒരു സ്ക്വയർ വരയ്ക്കും, ആ സ്ക്വയറിന്റെ ഏരിയ എത്രയാന്ന് ചോദിക്കും. മറക്കരുത്, ഇതിങ്ങനെയാണ് ചെയ്യുക. ഇനിയിപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം ടഫായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവന്റെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇവർ സ്ക്വയർ വരയ്ക്കും, പാദവശങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കൊണ്ടുപോയി സ്ക്വയർ വരയ്ക്കും. അതെങ്ങനെയാ കാണാന്നുള്ളത് മിസ് ലൈവിൽ മിസ് ലൈവിൽ പറഞ്ഞുതരാം. അപ്പൊ ലൈവിലേക്ക് പോകുന്നു കേട്ടോ. യെസ്, അങ്ങനെയെങ്കിൽ ഇതാ നോക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, ദ കുടുംബശ്രീ യൂണിറ്റ് നമ്മളുടെ ഏതിൽ നിന്നാണ്? നമ്മളുടെ സ്വന്തം പെർസെൻറ്റേജിൽ നിന്നുള്ളതാണ് കേട്ടോ. യെസ്, എന്താണ്? ദ കുടുംബശ്രീ യൂണിറ്റ് ടുക്ക് എ ലോൺ ഓഫ് ₹48,000 അല്ലേ, 4,80,000 ഫ്രം എ കോപ്പറേറ്റീവ് ബാങ്ക് for a period of 1 year to start a computer institute. The bank collects 6.14% interest for 1 year. They spend 60% on amount to buy computer and the rest to buy furniture. ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് what is the fraction corresponding to 6.14%? അതായത് ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങുന്നതിന് എന്ത് ചെയ്തു? കുടുംബശ്രീ കൂട്ടായ്മ ഒരു സഹകരണ ബാങ്കിൽ നിന്നും 4,80,000 രൂപ ഒരു വർഷ കാലാവധിക്ക് വായ്പ എടുക്കുന്നു. ബാങ്ക് ഒരു വർഷത്തേക്ക് എന്താ ചെയ്തത്? 6.14% പലിശ കണക്കാക്കുന്നു. വായ്പയുടെ 60% കമ്പ്യൂട്ടർ വാങ്ങാനും ബാക്കിയുള്ളത് 60%ത്തിന്റെ ബാക്കി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉണ്ടാവുക? ആകെ ശതമാനം 100 ഉണ്ടാവുക. 60% ആണെങ്കിൽ ബാക്കി എത്രയാണ് ഉണ്ടാവുക? 40% അല്ലേ. ബാക്കിയുള്ള 40% എന്തിനും? ഫർണിച്ചറിനും വേണ്ടിയിട്ട് എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം 6.14% തുല്യമായ ഭിന്ന സംഖ്യ ഏതെന്ന് എങ്ങനെയാ കാണാറിയോ? ഏതൊരു ശതമാനത്തിനും തുല്യമായിട്ടുള്ള ഭിന്ന സംഖ്യ എന്ന് പറഞ്ഞാല് ആ ശതമാനത്തിന് എന്ത് ചെയ്താൽ മതി എന്നറിയോ? 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, ശതമാനത്തിന് എന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് ഹൗ മച്ച് എമൗണ്ട് സ്പെൻഡ് ഓൺ ബൈയിങ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ വാങ്ങാൻ എത്ര രൂപയാണ് ചെലവഴിച്ചതെന്ന് നമുക്കറിയാം. കമ്പ്യൂട്ടർ വാങ്ങാൻ 60% രൂപയാണ് ഇത് ചെലവഴിച്ചത് അല്ലേ. എത്രന്റെ? ആകെ എടുത്തത് 4,80,000 ആണ്. 4,80,000ന്റെ 60% കമ്പ്യൂട്ടർ വാങ്ങാൻ ചെലവഴിച്ചത്. അപ്പൊ 4,80,000ന്റെ 60% എങ്ങനെയാ കാണാ? 60/100. 60% എന്ന് പറഞ്ഞാൽ 60/100 ഇൻറ്റു ആരുടേത്? 4,80,000. ഓക്കെ, സിമ്പിൾ. ഇനി അടുത്തത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് യൂസ്ഡ് ഫോർ ബൈയിങ് കമ്പ്യൂട്ടർ ആൻഡ് ഫർണിച്ചർ? കമ്പ്യൂട്ടറും ഫർണിച്ചറും വാങ്ങാൻ ഉപയോഗിച്ച തുകയുടെ വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ കമ്പ്യൂട്ടർ വാങ്ങാനുള്ള വില കണ്ടു, കമ്പ്യൂട്ടർ വാങ്ങി എത്ര രൂപയ്ക്കാന്ന് കണ്ടു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ 40% കാണാം. ഫർണിച്ചർ വാങ്ങാൻ ഇത്ര രൂപയാണ് എടുത്തതെന്ന് കാണാം. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും എന്താ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് in the bank after 1 year? ഒരു വർഷത്തിന് ശേഷം ബാങ്കിൽ എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്ന് അയാൾ എത്രയാ എടുത്തത്? 4,80,000 രൂപയാണ് അല്ലേ എടുത്തിട്ടുള്ളത്. ഈ 4,80,000 രൂപയാണോ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടത്? അല്ല, നമ്മൾ എന്ത് അടയ്ക്കണം? അതിന്റെ കൂടെ ഒരു ചെറിയ സാധനം കൂടി കൊടുക്കണം. അവനാണ് പലിശയും കൂടെ കൊടുക്കണം അല്ലെ. 4,80,000 ബാങ്കിൽ തിരിച്ചടയ്ക്കണം. അതിന്റെ കൂടെ എന്താണ്? ആ ഇൻട്രസ്റ്റ് 6.1/4% കൂടി തിരിച്ചടയ്ക്കണം. ഓക്കെ, അപ്പൊ തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതും വേണം, അതിന്റെ കൂടെ നമുക്ക് ഇൻട്രസ്റ്റും കൂടെ കൊടുക്കണം. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ കൊടുക്കണം. ഇൻട്രസ്റ്റ് എങ്ങനെയാ കാണാ? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 6.1/4% ഓഫ് എന്താണ്? 4,80,000 ആണ്. അപ്പൊ 6.1/4% എന്ന് പറഞ്ഞാൽ 6.1/4 × 100 ഓഫ് 4,80,000 അല്ലെ. ഈ തുക കാണാ. ഈ തുകയോട് എന്ത് കൂട്ടുക? 4,80,000 കൂടി കൂട്ടുക. ആ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു വർഷം കഴിഞ്ഞിട്ട് അയാൾ എത്ര രൂപയാണ് തിരിച്ചടക്കേണ്ടതെന്ന് കിട്ടും. ഓക്കെ, സെറ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? സെറ്റ് ആണ് അല്ലെ. അപ്പൊ ഇത്ര മാത്രം എന്റെ മക്കൾ എന്തെങ്കിലും പഠിച്ചു വെക്കുക? പെർസെൻറ്റേജ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പെർസെൻറ്റേജ് എങ്ങനെയാ കാണാന്ന് പഠിക്കണം. പെർസെൻറ്റേജിന് എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പഠിക്കണം. അതുപോലെ നിങ്ങളോട് തിരിച്ചടക്കേണ്ട എമൗണ്ട് ചോദിക്കും. ഇൻട്രസ്റ്റ് തന്നിട്ട് തിരിച്ചടക്കേണ്ട എമൗണ്ട് നമ്മൾ ആ വാങ്ങിയ എമൗണ്ടും തിരിച്ചടക്കണം, അതിന്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ അടയ്ക്കണം. അതൊന്ന് നിങ്ങളെ മൈൻഡിൽ കത്തിയാൽ മതി. അത്രേ ഉള്ളൂ കാര്യം. ആൻഡ് അവസാനമായിട്ട് മിസ് ഒരു ചെറിയ കാര്യം പറഞ്ഞു തരട്ടെ. ഈ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഒരു സ്ക്വയർ വരച്ചു. ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ 20 ആണെന്ന് വെച്ചോ. ഈ സ്ക്വയറിന്റെ മിസ് എന്ത് വരയ്ക്കുന്നു? ഒരു ഡയഗണൽ വരയ്ക്കുന്നു. ആ ഡയഗണൽ ഒരു വശമായിട്ട് വരുന്ന രീതിയിൽ മിസ് എന്ത് വരയ്ക്കുകയാണ്? മറ്റൊരു സ്ക്വയർ വരയ്ക്കുകയാണ്. ഒരു വശമായിട്ട് വരുന്ന രീതിയിൽ മറ്റൊരു സ്ക്വയർ വരയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? ആ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? ഇവന്റെ ഈ ചെറിയ സ്ക്വയറിന്റെ ഡബിൾ ആയിരിക്കും കേട്ടോ. ഇത് 20 ആണെങ്കിൽ ഇത് 40 ആയിരിക്കും. ഈ ഒരൊറ്റ കോൺസെപ്റ്റ് കൂടി മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്രേ ഉള്ളൂ നമുക്ക് എന്തിൽ പഠിക്കാന്. നമുക്ക് 7ാം ക്ലാസ്സിൽ A ഗ്രേഡ് എൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചാൽ മതി. എനിക്കറിയാം നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മാത്രമേ
മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ, ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ രാത്രിയത്തെ ലൈവിൽ വരിക. നമുക്ക് നാളത്തെ എക്സാം കളറാക്കണടാ. നിങ്ങൾ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ കാണാൻ പോകുന്ന ഏറ്റവും അടിപൊളി 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 മാത്സ് എക്സാം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ നാളെ എഴുതാൻ പോകുന്നതായിരിക്കും. അത് നിങ്ങൾ എങ്ങനെയാണ് വെറുതെ ഇത് കേട്ടിട്ട് പോയാൽ പോരാട്ടോ, നമ്മളുടെ രാത്രിയത്തെ ലൈവും കൂടെ കണ്ടിട്ട് അതിലും കൂടി അടിപൊളിയായിട്ട് പഠിച്ചിട്ട് കുറേ ടൈമൊന്നും ഉണ്ടാവില്ല, കുറഞ്ഞ ടൈമേ ഉണ്ടാവുള്ളൂ. ഒരു ദിവസം നിങ്ങൾക്ക് മാത്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചൂടെ? അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരിക, നമുക്ക് കളറാക്കണം, സെറ്റാക്കണം. സോ നാളത്തെ എക്സാം അടിപൊളിയാക്കണം എന്ന് ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ all the best.